ഭക്തലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന എന്നുള്ള മന്ത്രത്തിൻ്റെ അർത്ഥമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചലൻ മീനാഭലോചന, ചലിക്കുന്ന ദൃഷ്ടിയോടുകൂടിയവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അനേക വ്യാഖ്യാനങ്ങൾ കൊടുക്കാവുന്നതാണ്. ശങ്കരാചാര്യസ്വാമികൾ സൗന്ദര്യലഹരിയിൽ ഇങ്ങനെ ദേവിയുടെ ദൃഷ്ടിയെ സ്തുതിക്കുന്നു. വിഭക്ത ത്രൈവർണ്യം വ്യതികരിത ലീലാഞ്ജനതയാ വിഭാതി ത്വന്നേത്രത്രിദയമിതം ഈശാനദയിത്തെ പുനഃസൃഷ്ടും ദേവാൻ ദ്രുഹിണ ഹരിരുദ്രാൻ ഉപരതാൻ രജസത്വം ബിഭ്രത് തമയിതി ഗുണാനാം ത്രയമിവ. 3 ദേവന്മാരെ ദേവി സൃഷ്ടിച്ചു. അവർ സൃഷ്ടിക്കുന്നതും പരിപാലനം ചെയ്യുന്നതും സംഹരിക്കുന്നതുമായ 3 കൃത്യങ്ങളെ അവർ ചെയ്യുന്നു. അവർ 3 പേരും ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ, ഈ 3 പേരാണ് ത്രിമൂർത്തികൾ. സത്വഗുണത്തിൽ നിന്ന് വിഷ്ണു, മഹാവിഷ്ണു ഉണ്ടായതായിട്ടും രജോഗുണത്തിൽ നിന്ന് ബ്രഹ്മ ഉണ്ടായതായിട്ടും സംഹാരകാര്യം ചെയ്യുന്ന രുദ്രൻ തമോ ഗുണത്തിൽ നിന്നുണ്ടായതായിട്ടും ഇങ്ങനെ പ്രപഞ്ചം ഈ 3 ഗുണങ്ങളുടെ ഒരു സമാഹാരവും ഒരു സംയോഗവും ആണ്. ഈ ഉത്തമ ജാതി സ്ത്രീകളുടെ കണ്ണുകളിൽ 3 നിറങ്ങൾ കാണാം എന്നാണ് പറയുന്നത്. വെളുത്ത പടലം, കറുത്ത നിറമുള്ള കൃഷ്ണമണി, ആ മൂലയ്ക്ക് ചെറിയ രക്ത നിറമുള്ള വരികൾ കാണാം എന്നാണ് പറയുന്നത്. സാധാരണ നമ്മൾ സത്വരജസ്തമോ ഗുണങ്ങളെ വെളുപ്പ്, ചുമപ്പ്, കറുപ്പ് എന്നുള്ള വർണ്ണത്തോട് ഉപമിക്കാറുണ്ട്. വിഭക്ത ത്രൈവർണ്യം, ഈ 3 വ്യക്തമായിട്ട് ദേവിയുടെ കണ്ണുകളിൽ കാണാം. വ്യതികരിത്ത ലീലാഞ്ജനതയ, ദേവി ലീലാരീതിയിൽ അഞ്ജനം പരട്ടിട്ടുണ്ട്. അങ്ങനെ കറുത്ത കൃഷ്ണമണിയും വെളുത്ത പടലവും അതിൻ്റെ മൂലയ്ക്ക് ചുവന്ന വരികളും രക്തനിറത്തിലുള്ള വരികളും കാണാം. അത് ഈ ത്രിഗുണങ്ങളുടെ ഒരു ത്രിഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുവോ, അതിൻ്റെ പ്രതീകങ്ങളാണോ? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരാദികളൊക്കെ ഈ തൃക്കണ്ണിൽ നിന്നാണ് ഉണ്ടായത്. പ്രപഞ്ചത്തിലുള്ള സത്വരജസ്തമോ ഗുണങ്ങളെ നമ്മൾ പ്രപഞ്ചത്തെ വിശകലനം ചെയ്യുകയാണെങ്കിൽ എവിടെയൊക്കെ സാത്വികം, ശൗചമാസ്തിക്യം, ശുക്ലധർമ്മ രുചിർമതി എന്ന് സത്വഗുണത്തെ പറയും, എവിടെയൊക്കെ വൃത്തിയും ശുചിത്വവും ആസ്തിക്യ ബുദ്ധിയും ഇങ്ങനത്തെ ഗുണങ്ങളൊക്കെ എവിടെയാണോ കാണുന്നത്? സാത്വികം, ശൗചം, ആസ്തിക്യം, ശുക്ലധർമ്മ രുചിർമതി, ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കണം എന്നുള്ള തോന്നലുള്ള ധർമ്മികളായിട്ടുള്ള ആൾക്കാർ എവിടെയുണ്ടോ അവിടെയൊക്കെ സത്വഗുണത്തിൻ്റെ ആവിഷ്കാരം കാണാം. രാജസം, ബഹുഭാഷിത്വം, മാനക്രുദ്ധംബ മത്സരം, എവിടെയൊക്കെയാണോ ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ, ബഹുഭാഷിത്വം, അഭിമാനം, ദംഭം, ഒരാൾ മറ്റൊരാളോടുകൂടി മത്സരിക്കുക, തൻ്റെ കാര്യങ്ങൾ മാത്രം പുകഴ്ത്തിക്കൊണ്ട് വീരവാദം പറയാം, മത്സരം എവിടെയാണോ ഉള്ളത് ഇവിടെയൊക്കെ രജസിൻ്റെ ഗുണങ്ങളെ കാണാം. താമസം, ഭയം, അജ്ഞാനം, നിദ്ര, ആലസ്യം, വിഷാദത, എവിടെയൊക്കെയാണോ പേടിയുള്ളത്, എവിടെയൊക്കെയാണോ ഭയം, ആലസ്യം, ദുഃഖം, ഇതൊക്കെ ഉള്ളത് അത് തമോ ഗുണങ്ങളുടെ വൃത്തിയായിട്ട് കാണാം. അതുപോലെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ളത് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇതിൻ്റെയൊക്കെ സൂചനയായിട്ടാണോ ദേവിയുടെ തൃക്കണ്ണുകളിൽ ചുവന്ന നിറവും വെളുത്ത നിറവും കറുത്ത നിറവും കാണപ്പെടുന്നത് എന്ന് ശങ്കരാചാര്യസ്വാമികൾ അങ്ങനെ ദേവിയുടെ തൃക്കണ്ണുകളെ വർണ്ണിക്കുന്നു. ദേവിയുടെ തൃക്കണ്ണുകളിൽ 3 നിറങ്ങളാണ് കാണപ്പെടുന്നത്. അത് ഇതുകൊണ്ടാവാം എന്നൊക്കെ ശങ്കരാചാര്യസ്വാമികൾ അതിനെപ്പറ്റി വീണ്ടും വർണ്ണിക്കുന്നു. പവിത്രീകർത്തുംന പശുപതി പരാധീന ഹൃദയേ ദയാമിത്രൈ നേത്രൈ അരുണധവളശ്യാമരുചിഭി നദശോണോ ഗംഗ തപന തനയേതി ധ്രുവമമം ത്രയാണാം തീർത്ഥാനാം ഉപനയസി സംഭേദമനഘം. ദേവിയുടെ തൃക്കണ്ണുകളിൽ ചുമപ്പ്, കറുപ്പ്, വെളുപ്പ് എന്നുള്ള നിറങ്ങളാണ് കാണപ്പെടുന്നത്. നമ്മുടെ ഭാരതത്തിൽ 3 നദികൾ ഉള്ളതായിട്ടും പല സ്ഥലത്തും നമ്മൾ ത്രിവേണി എന്ന് പറയുന്നത് നമുക്ക് പ്രാധാന്യമുള്ളതാണ്. അവിടെ പോയി നമ്മൾ ആ സംഗമങ്ങളിലൊക്കെ കുളിക്കാറുണ്ട്.
ചിലപ്പോൾ 2 നദികൾ കൂടിച്ചേരുന്ന സ്ഥലവും സംഗമം എന്ന് പറയും, 3 നദികൾ കൂടിച്ചേരുന്ന സ്ഥലവും സംഗമം എന്ന് പറയും. അലഹാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് 3 നദികളുടെ സംഗമം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയി സ്നാനം ചെയ്യുന്നത്. അവിടെ തീർത്ഥസ്നാനം ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ഭാരത സംസ്കാരത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. കന്യാകുമാരിയിൽ 3 സമുദ്രങ്ങൾ സംഗമം ചെയ്യുന്നതായിട്ട്, ആ സംഗമത്തിൽ നമ്മൾ എല്ലാവരും പോയി കുളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എത്രയോ യാത്രാക്ലേശങ്ങൾ സഹിച്ചും എത്രയോ ദിവസങ്ങൾ, പണ്ടൊക്കെ ആണെങ്കിൽ കാശി യാത്ര എന്ന് പറയുന്നത് ഇവിടുന്ന് എത്രയോ വർഷങ്ങൾ എടുത്തിട്ടാണ് കാശി യാത്രയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അലഹാബാദ് മുതലായ സ്ഥലങ്ങൾക്ക് നമ്മൾ പണ്ടൊക്കെ നടന്നാണ് പോകാറുള്ളത്. അപ്പോൾ അവിടെ ഉള്ളവർ ഇവിടെ വരികയും ചെയ്യും. സേതു സ്നാനം എന്ന് പറഞ്ഞിട്ട് രാമേശ്വരത്ത് അവിടുത്തെ ഗംഗാജലം കൊണ്ടുവന്നിട്ട് രാമേശ്വരത്തിൽ പരമേശ്വരൻ്റെ ശിവലിംഗത്തിൽ നമ്മൾ അഭിഷേകം ചെയ്ത് അത് വലിയൊരു പുണ്യകർമ്മമായിട്ടും നമ്മളെ പവിത്രമാക്കുന്ന ഒരു കർമ്മമായിട്ടുമാണ് നമ്മൾ കാണാറുള്ളത്. അതുപോലെ 3 നദികളുടെ സംഗമമാണോ ദേവിയുടെ തൃക്കണ്ണുകൾ എന്ന് ശങ്കരാചാര്യസ്വാമികളിലൂടെ അതിശയിക്കുന്നു. ശോണഭദ്ര, ഗംഗ, യമുന എന്ന് 3 നദികൾ ഉണ്ട്. ശോണഭദ്ര പശ്ചിമോദധികമാണ്, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. യമുനയും ഗംഗയും കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. ഒരു പക്ഷേ ഈ 2 നദികളും സംഗമിക്കുന്ന സ്ഥലങ്ങളുണ്ടാകും, ഗംഗ യമുന സംഗമം ഉണ്ടാകും. പക്ഷേ ശോണഭദ്ര ഒരിക്കലും ഇവിടെ സംഗമിക്കാറില്ല. പക്ഷേ നമ്മളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി, പുണ്യം നേടുവാൻ വേണ്ടി നമ്മൾ അധികം ദൂരം യാത്ര ചെയ്യേണ്ടതില്ല. യാത്രയിലുണ്ടാകുന്ന ക്ലേശങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. എങ്ങനെയാണോ നദീസ്നാനം, തീർത്ഥാടനം നമ്മളെ പവിത്രീകരിക്കുന്നത്, അതുപോലെ പശുപതി പരാധീന ഹൃദയായിട്ടുള്ള ദേവിയുടെ തൃക്കണ്ണുകളിൽ ചെന്നുപെടുക, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ കടാക്ഷത്തിനെ ഒരു നിമിഷം അതിൽ നമ്മൾ മഗ്നരാവുക, അതിൽ പെടാൻ ഭാഗ്യവാനാവുക. വശന്യാദി വാഗ്ദേവികൾ വിരചിച്ച, ശ്രീ ഹയഗ്രീവൻ അഗസ്ത്യൻ ഉപദേശിച്ച ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സൗഭാഗ്യഭാസ്കരം എന്നുള്ള വ്യാഖ്യാനത്തിൻ്റെ സാരമാണ് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം. ഇതിൽ ദേവിയുടെ രൂപവർണ്ണന ആണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗങ്ങൾ ഇനിയും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ശ്രവിക്കാം.